ക്ലിയർ ആണ് രേണു ക്യാഷ് തന്നു ഈ സാധനം കണ്ടോ ഫുൾ പൈസ കൊടുത്തൊന്നുമല്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നല്ല, നമ്മുടെ രേണു സുധി ചേച്ചിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഞാൻ ആക്ച്വലി കണ്ടന്റ് മാറ്റി പിടിക്കാൻ നമുക്ക് സബ്ജക്റ്റ് മാറ്റാം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഈ നമ്മുടെ രേണു സുധി ചേച്ചിനെ പറ്റിയുള്ള നെഗറ്റീവ് വീഡിയോസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ യൂട്യൂബേഴ്സിന് എവിടെടാ എന്തടാ കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാവരും നെഗറ്റീവ്സ് ഇടുന്നു, അപ്പോൾ അതിൻ്റെ നമുക്കൊരു പോസിറ്റീവ് വീഡിയോ ചെയ്യാം. കാരണം ഞാൻ രേണു ചേച്ചിയിൽ എന്നും ഒരു തെറ്റോ കുറ്റോ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടവർ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനിയും അങ്ങോട്ട് രേണു ചേച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും എൻ്റെ ഈ വീഡിയോ വരിക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ കൂടുക. അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഇനി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ PR ആണ്, രേണുവിൻ്റെ PR ആണ്, രേണു ക്യാഷ് തന്നു എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഈ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇവിടെ കൂടെ കേട്ട് ഇവിടെ കൂടെ അങ്ങ് കളയും. അപ്പോൾ ഇതാണ് എൻ്റെയും ക്യാരക്ടർ എന്ന് പറയുന്നത്. ഈ കാളെ പെറ്റൂന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതാണ് ശരിക്കും നമ്മുടെ നാട്ടുകാർക്ക് ശരിക്കും റിയാലിറ്റി എന്താണ് നടന്നത് എന്നുള്ളത് ആരും ചിന്തിക്കൂല. എന്തായാലും ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മറ്റൊന്നല്ല, നമ്മുടെ രേണു ചേച്ചിയുടെ ഹെയർ എക്സ്റ്റൻഷൻ ആണ്. അപ്പോൾ നിങ്ങളിൽ എത്ര പേരാണ് ഈ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ രേണു ചേച്ചി ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ബിഗ് ബോസിൽ പോയതിനു ശേഷം പറയുന്നുണ്ട് എൻ്റെ ഹെയർ പൊഴിയുന്നുണ്ട്, അതായത് വച്ച ഹെയർ പൊഴിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ കണ്ടു നോക്കൂ. എല്ലാവർക്കും അറിയാം, അവർക്ക് നമ്മൾ ചെയ്തിരുന്ന കുറച്ച് സർവീസുകൾ എന്തൊക്കെയാണെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ രേണുവിന്റെ ഒരു ചെറിയ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ സാധനം കണ്ടോ ഇവരെല്ലാം ഇങ്ങനെ എടുത്ത് അവിടെ എടുത്താണ്ട് ഇവിടെ നിങ്ങോട്ടുള്ള ഹെയർ രേണുവിന്റെ നാച്ചുറൽ ഹെയർ ആണ്. നമുക്ക് ഇവിടെ നിന്ന് താഴേക്കുള്ള ഹെയർ നേരത്തെ ട്രീറ്റ് ചെയ്താണ്. പക്ഷെ അത് കുറച്ച് ഡാമേജ് ആണ്, കുറച്ച് ബ്രേക്കേജ് ചെയ്ത് താഴ്ഭാഗത്ത് ഇതാ അത് കണ്ടോ. ഞാൻ ഇപ്പൊ ചെന്നപ്പോൾ ഇതെല്ലാം ഇളകുന്നുണ്ടോ, ഫുൾ ഇളകുവാ. ഹെയറിന്റെ ഒരു ഡെൻസിറ്റി കൂട്ടി ഹെയറിന്റെ ഒരു തിന്നിങ് കുറയ്ക്കുന്ന രീതിയിൽ നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രേണു ചേച്ചി പറയുന്നത്. രേണു ചേച്ചി പറയുന്നത് എൻ്റെ ഹെയർ പൊഴിയുന്നുണ്ട് എന്നാണ്. പക്ഷേ ഇത് നമ്മുടെ പുറത്തുള്ള യൂട്യൂബേഴ്സ് ഇത് നേരെ തിരിച്ചെടുത്ത് രേണു ചേച്ചി അവിടെയും ഈ പറഞ്ഞ ഇത് ചെയ്തു കൊടുത്ത വ്യക്തികളെ അപമാനിച്ചു, അവരെ ഇൻസൾട്ട് ചെയ്തു, അവർ ചെയ്ത സർവീസ് നല്ലതല്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ആക്ച്വലി ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൽ ഒരു സംഭവം ചെയ്തു, എന്താ ആയിക്കോട്ടെ അത് ചെയ്തു. അപ്പോൾ എൻ്റെ ഹെയർ പൊഴിയുകയാണെങ്കിൽ ഞാൻ പൊഴിഞ്ഞു എന്ന് തന്നെ പറയും. അതല്ല നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ബിഗ് ബോസിനകത്ത് ആ ഒരു ഹെയർ പൊഴിഞ്ഞത് കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിച്ചത് കൊണ്ടാണ് രേണു ചേച്ചി അവിടെ പറഞ്ഞത്. അവിടെ എന്ത് ചെയ്യണമെന്ന് കള്ളം പറയണമായിരുന്നോ? അപ്പോൾ യൂട്യൂബേഴ്സ് ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം. അത് കണ്ടതിന് ശേഷം അതിൻ്റെ ബാക്കി വീഡിയോസ് വരാം. രേണുവിനെ സഹായിച്ചവരെ എല്ലാം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം രേണു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തത് ഫുൾ പൈസ കൊടുത്തൊന്നുമല്ല, അത് കൊളാബായിട്ട് ചെയ്തു തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഡിസ്കൗണ്ടും രേണുവിന് ലഭിച്ചതാണ്. അങ്ങനെ ലഭിച്ചതിന് ശേഷം ഇങ്ങനെ സംഭവം പബ്ലിക്കായിട്ട് പറയുമ്പോൾ, പബ്ലിക്കിലല്ല പറഞ്ഞതെങ്കിലും അത് ബിഗ് ബോസിൽ പറയുമ്പോൾ അവിടെ ചിന്തിക്കേണ്ടതായിരുന്നു. ഇത് ലോകം മുഴുവൻ കാണുന്നതാണ്. ഓക്കെ, ഇവിടെ ഇദ്ദേഹം പറയുന്നത് രേണു ചേച്ചി ക്യാഷ് കൊടുത്തിട്ടല്ല ഈ ഒരു ഇത് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുള്ളത്, കൊളാബാണ്, പകുതി ക്യാഷ് പകുതി ഡിസ്കൗണ്ടിലാണ് ഇവരിത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ആയിക്കോട്ടെ ബ്രോ, അങ്ങനെയാണ് എങ്കിലും അല്ല എങ്കിലും ഇപ്പോൾ ഇൻ കേസ് ക്യാഷ് കൊടുത്ത ഒരു വ്യക്തിക്ക് നമ്മൾ ചെയ്യുവാണ്, അതല്ല ക്യാഷ് കൊടുക്കാത്ത ഒരു വ്യക്തി രണ്ട് സർവീസ് ഒന്നല്ലേ, ആ ഒരു സർവീസ് അല്ലേ ചെയ്യുന്നത്. അങ്ങനെ ആ ചേച്ചി ഫ്രീ ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ കൊളാബ് ചെയ്ത് ചെയ്യണമെങ്കിൽ വേറെ എത്രയും പേരുണ്ട് ഈ ലോകത്ത്, നമ്മുടെ കേരളത്തിൽ എത്രയും പേരുണ്ട്, അവർക്ക് ചെയ്തുകൂടെ? എന്തുകൊണ്ട് ഇത്രയും വൈറലായി നിൽക്കുന്ന രേണു സുധി ചെയ്തു? അത് അവരുടെ സ്ഥാപനം ഫേമസ് ആകാൻ വേണ്ടിയിട്ടാണ്. അതെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ ഹൈഡ് ചെയ്തിട്ട് ഒരു വ്യക്തിയെ ഇങ്ങനെ പറയുമ്പോൾ അത് സൂക്ഷിച്ച് കണ്ടു വേണം പറയാൻ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. രേണു ചേച്ചി പാവം ഈ പറഞ്ഞ എല്ലാവർക്കും പന്ത് തട്ടും പോലെ തട്ടി കളിക്കാം എന്നുള്ളത് കൊണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രേണു ചേച്ചിയുടെ മനസ്സിൽ കള്ളം ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഓപ്പണായിട്ട് പറയും, മീൻസ് ഞാനും ഒരു ഓപ്പൺ ക്യാരക്ടറാണ്, എന്തുണ്ടെങ്കിലും ഫേസ് ടു ഫേസ് നോക്കി പറയും. അതുകൊണ്ട് തന്നെ രേണു ചേച്ചി ബിഗ് ബോസ് എന്ന് പറയുന്ന ഹൗസിനകത്ത് അവർ ഇത്രയും ഡേയ്സ് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ജസ്റ്റ് ആ ഒരു നിൽക്കുന്നവരടുത്ത് ഓപ്പണായിട്ട് പറയണം എൻ്റെ ഹെയർ അത് പോകുന്നുണ്ട് എന്നുള്ള കാര്യം പറയണം. അവിടെ ഒരിക്കലും ഈ ഒരു സ്ഥാപനത്തിന് കുറ്റം പറയുന്നില്ല, അവർ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നില്ല. ഈ ഒരു കാര്യങ്ങളെല്ലാം പുറത്തിരുന്നിട്ട് നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിന് ഇൻസൾട്ട് ചെയ്യുന്ന രേണു ചേച്ചിയില്ല, നിങ്ങളാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതേ സബ്ജക്റ്റിൽ നമുക്ക് വേറൊരാൾ വീഡിയോ ചെയ്യുന്നുണ്ട്, ഞാൻ പേര് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ അതുലാണ്.
അതിൽ പറയുന്ന കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മടങ്ങി വരാം. അതിലെന്താ, രേണു ചേച്ചിയുടെ വീട്ടിലെ പട്ടിയാണോ? രേണു ചേച്ചിയുടെ ബാക്കിൽ ഇങ്ങനെ മണത്ത് നടക്കാനാണ് എന്ത് ചെയ്യുന്നതെന്ന് നോക്കി. അതോ ഇനി രേണു ചേച്ചി നമ്മളെങ്ങനെ അറിയാതെ വല്ല സെക്യൂരിറ്റി ജോലിയായി PR വർക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അതാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെളിപ്പെടുത്തണം കേട്ടോ. ചുമ്മാ വെറുതെ ആളുകളെ മണ്ടനാക്കണ്ട. ആക്ച്വലി ഇതേ സംഭവം എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ, അതായത് എൻ്റെ നോർമൽ വീഡിയോയ്ക്ക് താഴെയും എന്നോട് നേരിട്ട് വന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ട് അതിന് വേണ്ടി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതെന്നുള്ളത്. അതിന് ഞാൻ ഒരു കാര്യം പറയാം, ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇത്രയും കോമാളി ആയിക്കൊണ്ട് വേറൊരു യൂട്യൂബേഴ്സും വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇൻ കേസ് അതിൽ തന്നെ രേണുവിൻ്റെ വീഡിയോ ചെയ്തു എന്നിരിക്കട്ടെ, നോർമലി ഒരു വ്യക്തി നമുക്ക് ഒരാൾ കാണുന്നില്ല, അപ്പോൾ അതിനനുസരിച്ചുള്ള അന്തസ്സോടെ ചെയ്യുക. ചുമ്മാ വെറുതെ കൂളത്തനം പിച്ചും പേയും പറഞ്ഞ് അതിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ എനിക്കത് കുറച്ച് ഓവർ ആണ് എന്നാണ് എനിക്ക് അതിനെ പറ്റി പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോസ് അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇനി എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമൻറ്റൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, രേണുവിനെ പറ്റി എന്തെങ്കിലും നല്ല ഒരു കാര്യം പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിനുള്ള മറുപടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മറുപടി ഇതാണ്, ഇത്രയും വൃത്തികെട്ട ആളുകളുടെ ഇടയിൽ, മീൻസ് ഇത്രയും പല സൈഡിൽ നിന്നും ജീവിതത്തിൽ വന്ന് കുത്തി മുറിവേൽപ്പിക്കുന്നവരുടെ ഇടയിൽ ഇന്നും ജീവനോടെ നിൽക്കുന്നില്ലേ ബ്രോ ചിരിച്ചുകൊണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതിലപ്പുറം ഒന്നും വേണ്ട. കാരണം ഇത്രയും ആയുധങ്ങൾ പല സൈഡിൽ നിന്ന് വന്നിട്ടും നോർമലി ഒരു വ്യക്തിയാണെങ്കിൽ ഇതിന് മുന്നേ ആത്മഹത്യയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മണ്ണിനടിയിൽ പോയേനെ. പക്ഷെ ഇന്ന് നിങ്ങളുടെ ഇടയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, പോസിറ്റീവിൽ തന്നെ വേറൊരു കാര്യം പറയുകയാണ്. നമ്മുടെ ഈ കേരളത്തിൽ എത്രയും പേരാണ് ഈ പറഞ്ഞ ബിഗ് ബോസിൽ കയറി പറ്റിയാൽ കൊള്ളാം എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ ഈ നമ്മുടെ രേണു ചേച്ചി പോയി കയറി എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. രേണു ചേച്ചിയുടെ സൈഡിൽ ഒന്നും ഇല്ലാതെയാണ് ഈ പറഞ്ഞ ആളുകളിൽ നിന്ന് വട്ടം കൂടി നിന്ന് കുത്തുന്നത്. അപ്പോൾ ഇവർ കുത്തി രേണു ചേച്ചി ഇവർ എത്രത്തോളം ആളുകൾ കല്ലറിയുമോ അത്രത്തോളം ദൈവം ഉയർത്തിക്കൊണ്ട് വരുമെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവായാലും പോസിറ്റീവായാലും തീർച്ചയായിട്ടും എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഞാൻ ഇനിയും മറുപടി നൽകുന്നതാണ്. ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാണ് കേട്ടോ. ജസ്റ്റ് ഒരു വീഡിയോ കാണാം, അതിനുശേഷം തിരിച്ചു വരാം. ഭർത്താവ് മരിച്ചതിന് ശേഷം അഴിഞ്ഞാടുന്നു എന്ന് പറയുന്ന നമ്മുടെ വൃത്തികെട്ട സമൂഹമേ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ രേണു ചേച്ചി ഭർത്താവ് മരിച്ചതിന് ശേഷം മാത്രമല്ല ഈ ഒരു അഭിനയ രംഗത്തിലോട്ട് വന്നിട്ടുള്ളത്. ഭർത്താവ് ജീവനോട് ഉണ്ടായിരുന്നപ്പോൾ, നമ്മുടെ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ കൂടെ ഇവർ ആക്ടിങ്ങിലാണ്. ഇവരുടെ വേറെ വീഡിയോസൊക്കെ ഉണ്ട്, ഈ ചെറിയ ഷോർട്ട് ഫിലിമിൻ്റെ. അതൊക്കെ കണ്ടിട്ടില്ലാതെയാണ് ഈ പറഞ്ഞ ഈ വായി തോന്നെല്ലാം വിളിച്ച് പറഞ്ഞ് ജസ്റ്റ് അതൊന്ന് കാണുക. അവരതിന് മുന്നേ ഈ പറഞ്ഞ രേണു ചേച്ചി നമ്മുടെ ആക്ടിങ് സ്വന്തമായിട്ടെങ്കിലും അല്ലെങ്കിൽ ചെറിയ ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം അത് റിലേറ്റഡ് ആയിട്ട് വർക്കിലോട്ട് മാത്രമേ പോകുള്ളൂ. അതുകൊണ്ടാണ് രേണു ചേച്ചി ആൽബം കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളടുത്ത് ഒന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.